ഹലോ ഗായ്സ്, അപ്പോൾ ഇന്ന് ഡേ 2 ഓഫ് ക്ലീനിങ് മൈ അപ്പാർട്ട്മെൻ്റ് ആണ്. സോ ഇന്നലെ ഞാൻ കിച്ചൺ മാത്രമല്ലേ ക്ലീൻ ചെയ്തുള്ളൂ. ഇന്ന് ലിവിങ് ഏരിയയും ബെഡ്റൂമും കൂടെ ക്ലീൻ ചെയ്യാനാണ് ഡിസൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ലിവിങ് ഏരിയയിൽ ഞാൻ എന്താ സിറ്റുവേഷൻ എന്ന് കാണിച്ചു തരാം കേട്ടോ. ഇതാണ് ആ കാണുന്ന പെട്ടികളൊക്കെ അൺപാക്ക് ചെയ്യണം. പിന്നെ വിൻ്റർ ക്ലോത്ത്സ് മാത്രം പുറത്ത് വെച്ചിട്ട് സമ്മർ ക്ലോത്ത്സ് ഒക്കെ താഴെ സ്റ്റോർ റൂമിൽ കൊണ്ടുവെക്കണം. ഇതൊക്കെയാണ് പ്ലാൻ. പിന്നെ അതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്യണം. അങ്ങനെ ഇങ്ങനെ ഫുള്ള് മെസ്സായിട്ട് കിടക്കുകയാണ്. ഇപ്പോൾ ഇതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വരുമ്പം എങ്ങനെ ഉണ്ടാകുമെന്ന് നോക്കാം. ഇന്ന് പറ്റുമോ എന്നുള്ളത് എനിക്കറിയത്തില്ല. പുറത്ത് നല്ല മഴയാണ്, അതുകൊണ്ട് നല്ല തണുപ്പാണ് കേട്ടോ. അപ്പോൾ സമയം കളയാണ്ട് നമുക്ക് ക്ലീനിങ് സ്റ്റാർട്ട് ചെയ്താലോ? കം. ഞാനിപ്പം വാർഡ്രോബിൽ നിന്ന് സമ്മർ സീസണിൽ ഇടുന്ന ഡ്രസ്സുകളാണ് കേട്ടോ എടുക്കുന്നത്. ഞാൻ പോകുന്നതിന് മുമ്പ് സമ്മർ സീസൺ ആയിരുന്നു. ഇവിടെ വന്നപ്പോഴാണ് അത് വിൻ്റർ സീസൺ ആയത്. പിന്നെ ആകെ ഈ ഒരു വാർഡ്രോബ് മാത്രമേ ഉള്ളൂ, അതും ചെറുതുമാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾക്കിടെ രണ്ടുപേരുടെയും തുണി വരുമ്പം ഒട്ടും സ്ഥലം കിട്ടത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിങ്ങനെ സീസൺ അനുസരിച്ച് ഡ്രസ്സ് ഇങ്ങനെ മാറ്റി വെക്കുന്നത്. അപ്പോൾ കുറച്ച് സമ്മർ ക്ലോത്ത്സ് ഒക്കെ ഞാൻ പുറത്തെടുത്ത് വെച്ചു കേട്ടോ. ഇതൊക്കെ ഇനി പെട്ടിയിലാക്കിയിട്ട് താഴെ സ്റ്റോർ റൂമിൽ കൊണ്ടുവെക്കണം. പിന്നെ വിൻ്റർ ക്ലോത്ത്സ് പെട്ടിയിലുള്ളതൊക്കെ എടുത്ത് വാർഡ്രോബിൽ അറേഞ്ച് ചെയ്യണം. എൻ്റെയും ചേട്ടൻ്റെയും ഉണ്ട് കേട്ടോ ഇവിടെ ഈ തുണികൾ. എനിക്കിപ്പോൾ ഒരു കാര്യം മനസ്സിലായി. എനിക്ക് തോന്നുന്നു ഈ വിൻ്റർ ക്ലോത്ത്സിനേക്കാൾ കൂടുതൽ എനിക്ക് സമ്മർ ക്ലോത്ത്സ് ആണ്. കാരണം ഇങ്ങനെ നിരത്തി കിടക്കുകയാണ്, എടുത്തിട്ടും തീരുന്നില്ല. പക്ഷെ ഇടാൻ വരുമ്പോൾ ഉണ്ടല്ലോ ഒരൊറ്റ ഡ്രസ്സും കാണത്തില്ല. അതെന്താണെന്നറിയില്ല, മാജിക്കലി അതങ്ങ് ഡിസപ്പിയർ ആവുന്നത് പോലെയാണ് എനിക്ക് തോന്നുന്നത്. ഇനിയിപ്പം പെട്ടിയിലുള്ള വിൻ്റർ ഐറ്റംസ് ഒക്കെ നമുക്ക് അകത്ത് വാർഡ്രോബിൽ കയറ്റാം. ഞാൻ ഇപ്രാവശ്യം ഷില്ലോങ്ങിൽ പോയപ്പം 1-2 വിൻ്റർ ക്ലോത്ത്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇനി അകത്ത് കയറ്റിയിട്ട് സമ്മർ ക്ലോത്ത്സ് അങ്ങനെ വെച്ചിട്ട് ഈ ക്ലോത്ത് കൂടെ അതിനകത്ത് വെച്ച് താഴെ കൊണ്ടുവെക്കണം. ഇതൊക്കെ എൻ്റെ ഇന്ത്യൻ അറ്റയറാണ്. നമ്മുടെ സാരി, ചുരിദാറും ഒക്കെയാണ് കേട്ടോ. ഇതൊക്കെ ഇപ്പം പുറത്ത് വേണോ, ഓണം വരുന്നുണ്ട്, അപ്പം ഇതൊക്കെ വേണോ വേണ്ടായോ എന്ന് ഞാനിതുവരെ ഡിസൈഡ് ചെയ്തില്ല. പുറത്ത് തന്നെ വെച്ചേക്കാം അല്ലേ, പുറത്ത് തന്നെ ഇരിക്കട്ടെ. ഞാൻ അറേഞ്ച് ചെയ്തിട്ട് കാണിക്കാം. ഇൻ ബിറ്റ്വീൻ എനിക്ക് വിശന്നു. ആസ് യൂഷ്വൽ ഞാൻ കുക്കിങ്ങിലേക്ക് കയറി കേട്ടോ. സമയം 5:10. രാവിലെ ഒരു 10 മണിക്ക് തുടങ്ങിയ പരിപാടിയാണ്. ഇതുവരെ ഞാൻ വാർഡ്രോബ് മാത്രമാണ് കംപ്ലീറ്റ് ചെയ്തത്. അതും ലാസ്റ്റായിട്ട് എനിക്കൊന്ന് മടുപ്പ് തോന്നി ഞാൻ എങ്ങനെയൊക്കെയോ തട്ടിക്കൂട്ടി വെച്ചേക്കുവാണ് കേട്ടോ. എനിവേസ് ഇന്ന് എനിക്ക് തോന്നുന്നില്ല എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്ന്. ഞാൻ വാർഡ്രോബ് കാണിച്ചു തരാം കേട്ടോ. ഇത് ഇങ്ങനെയാണ് ഞാൻ അറേഞ്ച് ചെയ്തത്. എനിക്ക് ആക്ച്വലി എങ്ങനെയൊക്കെയാണ് അറേഞ്ച് ചെയ്യേണ്ടത് അങ്ങനത്തെ ഒരു ഐഡിയ ഒന്നും ഇല്ലാത്തതുകൊണ്ട് എനിക്ക് തോന്നുന്ന പോലെ ഞാൻ അങ്ങോട്ട് വെച്ചു കേട്ടോ. ഒന്നാമത് സ്പേസ് ഇല്ല. അപ്പം ഞാൻ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുത്തിക്കയറ്റിയാണ് വെച്ചേക്കുന്നത്. ഇവിടെയാണ് എൻ്റെ സ്വെറ്റേഴ്സൊക്കെ വരുന്നത്. താഴെ എൻ്റെ ബാഗ്സും വരുന്നുണ്ട്. വാർഡ്രോബ് ക്ലീൻ ചെയ്തപ്പോഴാണ് ഞാൻ ഈ സോഫ്റ്റ് ടോയ്സ് കുറേ കണ്ടത്. ഇതൊക്കെ ഞാനിവിടെ സിഡ്നിയിൽ ആദ്യം വന്നപ്പോൾ ഒരു ക്ലോ മെഷീൻ കളിക്കുന്നതിൻ്റെ ഒരു പ്രാന്ത് എനിക്കുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ വാരി കൂട്ടിയതാണ് ഇതൊക്കെ. ഇനി ഇതൊക്കെ എവിടെ കൊണ്ട് വെക്കുമെന്ന് എനിക്കറിയത്തില്ല. ഇനി ഇതും ഒരു പെട്ടിയിലാക്കി സ്റ്റോർ റൂമിൽ വെക്കാനാണ് എൻ്റെ പ്ലാൻ. ഇല്ല, ലിവിങ് ഏരിയയിൽ വലിയ മാറ്റമൊന്നും വന്നിട്ടില്ല. ഫുൾ അൺപാക്കിങ്ങും വാർഡ്രോബ് വൃത്തിയാക്കലും മാത്രമാണ്. ഇരുട്ടും വീണ് കേട്ടോ. വിൻ്റർ സീസൺ ആയതുകൊണ്ട് ഇവിടെ നേരത്തെ ഇരുട്ട് വീഴും. ടോയ്സൊക്കെ ഞാൻ ഈ ഒരു പെട്ടിയിലാക്കി കേട്ടോ. ഫുള്ള് ഞാൻ കുത്തിക്കയറ്റി വെച്ചിരിക്കുകയാണ്. അത്രത്തോളം ടോയ്സ് ഉണ്ട്. എൻ്റെ ഒരു ഫേവറേറ്റ് ടോയ് ആയിരുന്നു ഇത്. സോ സോഫ്റ്റ്. പക്ഷെ വേറെ വഴിയില്ല. ഇത് മൊത്തം ഇവിടെ വെക്കുകയാണെങ്കിൽ പിന്നെ എൻ്റെ വേറെ സാധനങ്ങളൊന്നും വെക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇതും പെട്ടിക്കുള്ളിൽ പോകാനാണ് യോഗം.
ഓക്കെ, സോ ഐ ഹാവ് ഡിസൈഡഡ്. ഒന്നും ഇല്ലാണ്ട് പോകുന്നതിൽ നല്ലതല്ലേ എന്തെങ്കിലും ചെയ്യുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു ബെഡ്റൂം എങ്കിലും ഒന്ന് വൃത്തിയാക്കാം എന്ന് വിചാരിച്ചു, ഒന്ന് സർവൈവൽ മോഡിലാക്കാമെന്ന് വിചാരിച്ചു. വാർഡ്രോബ് എന്തായാലും ഒരു മേജർ പാർട്ട് ഓഫ് ദി ബെഡ്റൂം ഈസ് ക്ലീൻ നൗ. അപ്പം ബാക്കിയുള്ള വാക്യൂമും കുറച്ച് ഡസ്റ്റിങ്ങും ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ബെഡ്റൂം ഏതാണ്ട് ഓക്കെ ആവും. പെട്ടെന്നാണ് കേട്ടോ ഇവിടെ പൊടിയാവുന്നത്. ഇന്ന് തുടച്ചാലും നാളെ നോക്കുമ്പം ഇതേപോലെ തന്നെ പൊടിയാണ്. അങ്ങനെ ഒരു കഴിവുണ്ട്. കണ്ടോ, ഞാൻ ആദ്യമായിട്ട് സിഡ്നിയിൽ വന്നപ്പം എൻ്റെ ഹസ്ബൻഡ് എനിക്ക് സർപ്രൈസായിട്ട് വെച്ചതാണ് ഇത് ലൈറ്റൊക്കെ കത്തും. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ലൈറ്റൊക്കെ കത്തുന്ന ഒരു കിടിലൻ സംഭവമാണ്. അങ്ങനെ ഡസ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞ് ഞാൻ ഈ ബെഡ്റൂം കംപ്ലീറ്റ്ലി അങ്ങ് വാക്യൂമും ചെയ്തങ്ങ് ബെഡ്റൂം ഏതാണ്ട് കിടക്കാൻ പറ്റുന്ന രീതിയിലാക്കിയിട്ടുണ്ട് കേട്ടോ. ലിവിങ് ഏരിയ ഇപ്പോഴും അതുപോലെ തന്നെ കിടക്കുകയാണ്. സാരമില്ല, നമുക്ക് ദിവസം കിടക്കുമല്ലേ, അത് നാളത്തേക്ക് ഞാൻ മാറ്റി വെച്ചിട്ടോ. അപ്പോൾ ഈ വീഡിയോയിൽ അത്രയൊക്കെയുള്ളൂ ഗൈസ്. ഹോപ്പ് യു ഗൈസ് എൻജോയ് ഇറ്റ്. സോ സീ യു ഇൻ മൈ നെക്സ്റ്റ് വ്ലോഗ്. ടാറ്റാ.